നമസ്കാരം. വാരാന്ത്യത്തിലേക്ക് സ്വാഗതം. വിലക്കയറ്റത്തിലും പാചകവാതക ക്ഷാമത്തിലും പ്രതിഷേധിച്ച് CPM സഖാക്കളും സഖികളും റോഡരികിൽ അടുപ്പ് കൂട്ടി പാചകം ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് വാരം പുലർന്നത്. ചട്ടിയും കലവും കൊതുമ്പുമായി പാതയോരത്ത് പൊങ്കാലയിടാൻ എത്തിയവരിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മുതൽ പാർട്ടിയുടെ സാധാ മെമ്പർമാരും അനുഭാവികളും വരെ ഉണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ്റെ ഭാര്യ പാൽപ്പായസമുണ്ടാക്കി. പിണറായി വിജയൻ്റെ ഭാര്യ കപ്പ പുഴുങ്ങി. ബേബിയും ബെറ്റിയും കൂടി കുടംപുളിയിട്ട് മത്തിക്കറി ഉണ്ടാക്കി. പെണ്ണ് കെട്ടാത്ത ചെറിയാൻ ഫിലിപ്പും പെണ്ണും പിള്ള പണ്ടേ പിണങ്ങിപ്പോയ തോമസ് ഐസക്കും ഒറ്റയ്ക്ക് പൊങ്കാലയിൽ പങ്കെടുത്തു. വില കൂടിയ സാരിയിൽ കരി പറ്റിയാലോ പുകയടിച്ച് മേക്കപ്പ് മങ്ങിയാലോ എന്ന് പേടിച്ച് കോടിയേരി ബാലകൃഷ്ണൻ്റെ ധർമ്മപത്നി അടുപ്പ് കൂട്ടാൻ കൂടിയില്ല. കമല ടീച്ചർ ഉണ്ടാക്കിയ കപ്പ പുഴുക്ക് കഴിക്കാൻ അച്യുതാനന്ദൻ കൂട്ടാക്കിയില്ല. എന്നാൽ ഗ്രൂപ്പ് വ്യത്യാസം മറന്ന് വസുമതി ചേച്ചി ഉണ്ടാക്കിയ പായസത്തിൻ്റെ രുചി നോക്കാൻ വിജയൻ സഖാവ് ഹൃദയവിശാലത പ്രകടിപ്പിച്ചു. പ്രമുഖ പത്രങ്ങൾ ഫോട്ടോ ഒന്നാം പേജിൽ തന്നെ പ്രസിദ്ധീകരിച്ചു. അടുപ്പുകൂട്ടി സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ കടന്നപ്പള്ളി രാമേന്ദ്രൻ പോലെ അപൂർവം ചില ഘടകകക്ഷി നേതാക്കളും പോയിരുന്നു. എന്നാൽ CPIക്കാരും ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയില്ല. എന്ന് മാത്രമല്ല, ജനയുഗം പത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ അഭിനന്ദനപരമല്ലാത്ത ചില പരാമർശങ്ങളും പ്രത്യക്ഷപ്പെട്ടു. CPM പാർട്ടികൾ തമ്മിൽ ആശയപരമായ ഭിന്നത മാത്രമല്ല, ആമാശയപരമായ വിയോജിപ്പുമുണ്ടെന്ന് ഇതോടെ വ്യക്തമായി. 1964 സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത്. വിപ്ലവകാരികളും ഡാങ്കേസ്റ്റുകളും തമ്മിൽ ഒരു കാരണവശാലും യോജിക്കാൻ സാധ്യമല്ല. കമ്മ്യൂണിസ്റ്റ് പുനരേകീകരണം വളരെ ദൂരെയാണ്. അടുപ്പുകൂട്ടി സമരത്തിൻ്റെ വമ്പിച്ച വിജയം ദേശാഭിമാനിയെ മത്തുപിടിപ്പിച്ചു. മഹത്തായ സമര മാതൃകയിൽ അഭിമാനം പ്രകടിപ്പിച്ചുകൊണ്ട് അത്യുഗ്രമായ എഡിറ്റോറിയൽ അടിച്ചുവിട്ടു. അടുപ്പിലെ അഗ്നി ആഗോള കുത്തകളെ ഭസ്മമാക്കും എന്ന് വീമ്പിളക്കി. ഏതായാലും അടുപ്പുകൂട്ടി സമരത്തിൻ്റെ സന്ദേശം എത്തേണ്ടടുത്തെത്തി. അരിവില കുത്തനെ കൂടി. കുത്തരി കിലോയ്ക്ക് 43 രൂപയായി. പച്ചരിക്ക് 28ആയി. മറ്റിനങ്ങളുടെയും വില കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇനി അടുപ്പ് കെടുത്തി സമരത്തെക്കുറിച്ച് ആലോചിക്കാൻ സമയമായി. അടുപ്പുകൂട്ടി സമരത്തിന് പിന്നാലെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയുടെ 60ാം വാർഷികം കടന്നു വന്നു. നാടകം ആദ്യം അരങ്ങേറിയ ചവറ തട്ടാശ്ശേരിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും KPSCയും കൂടി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. പിരപ്പൻകോട് മുരളി ഒഴിച്ച് ഒരു മാർക്സിസ്റ്റുകാരനും പരിപാടിയിൽ പങ്കെടുത്തില്ല. ദേശാഭിമാനി എഡിറ്റോറിയലും എഴുതിയില്ല. എന്നാൽ ജനയുഗം ആവേശോജ്വലമായ മുഖപ്രസംഗം പാസാക്കി. പറഞ്ഞാൽ വിശ്വസിക്കില്ല, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയുടെ മഹത്വം വർണ്ണിച്ചുകൊണ്ട് മലയാളത്തിൻ്റെ സുപ്രഭാതം മനോഹരമായ മുഖപ്രസംഗം എഴുതി. തോപ്പിൽ ഭാസി, കാമ്പിശ്ശേരി, ONV, ദേവരാജൻ എന്നിവരെയൊക്കെ പേരെടുത്ത് പറഞ്ഞ് പ്രശംസിച്ചു. കമ്മ്യൂണിസ്റ്റ് വിപത്തിനെതിരെ നിരന്തരം മുഖപ്രസംഗം എഴുതിയിരുന്ന KC മാമൻ മാപ്പിളയും KM ചെറിയാനും KM മാത്യുവും പരലോകത്തിരുന്ന് ആനന്ദാശ്രു പൊഴിക്കുന്നുണ്ടാകും. VSനെതിരായ ഭൂമിദാന കേസ് ഈ ആഴ്ച മൊത്തം പത്രങ്ങളിൽ ആളിക്കത്തി. അഡീഷണൽ ലീഗൽ അഡ്വൈസ് തള്ളി വിജിലൻസ് കൂടുതൽ മികച്ച നിയമോപദേശം കൈക്കൊണ്ടു. VSനെതിരായ ആരോപണം അതീവ ഗുരുതരമാണെന്നും കുറ്റപത്രം കൊടുക്കുന്നതിന് ഒരു തടസ്സവുമില്ലെന്നും സർക്കാർ ആഗ്രഹിച്ച രീതിയിൽ ഉപദേശം ലഭിച്ചു. VSനോട് കലിപ്പുള്ള പത്രങ്ങൾ ഒന്നാം പേജിൽ തന്നെ അതാഘോഷിച്ചു. VSൻ്റെ ചെമ്പ് തെളിഞ്ഞു. കാരണവർ ഇനി പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കുകയല്ലാതെ വഴിയില്ല എന്നൊക്കെ അവർ മനപ്പായസമുണ്ട്. VSനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണറുടെ അനുമതി വേണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് ഭിന്നാഭിപ്രായമുണ്ടായി. ഗവർണറുടെ അനുമതി വേണ്ട എന്നാണ് വിജിലൻസിന് കിട്ടിയ ഉപദേശമെങ്കിലും വിവരമുള്ള ആളുകൾ മറിച്ചും അഭിപ്രായം പറഞ്ഞു. ഗവർണറുടെ അനുമതി വാങ്ങിയില്ലെങ്കിൽ കോടതിയുടെ ഗേറ്റ് കടക്കും മുമ്പ് കേസ് തള്ളിപ്പോകും. അനുമതി വാങ്ങിയിട്ടാണെങ്കിൽ വരാന്തയിൽ ചെല്ലും വരെ കേസ് നിലനിൽക്കും. ഏതായാലും ഫയൽ ഗവർണർക്ക് അയച്ചു കൊടുക്കാൻ തിരുവഞ്ചൂർജി സന്മനസ് കാണിച്ചു. പക്ഷേ ഗവർണർജിക്ക് തീരുമാനമെടുത്ത് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ഹൈക്കോടതി തന്നെ ഭൂമിദാന കേസിന് തീർപ്പുണ്ടാക്കി. VSനെതിരായ പ്രഥമ വിവര റിപ്പോർട്ട് റദ്ദാക്കി. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കുറ്റപ്പെടുത്തി. ആളെ കണ്ടെത്തി കുരിശും പണിയിച്ച ശേഷം ആണി തിരയുന്ന പരിപാടിയാണ് സർക്കാർ ചെയ്തിട്ടുള്ളതെന്ന് കുറ്റപ്പെടുത്തി. സ്വാഭാവികമായും ആ വിധി വലിയ ഭൂകമ്പം ഉണ്ടാക്കി. VSനെ ഒലത്താം എന്ന് കരുതിയ കുഞ്ഞാലിയും കുഞ്ഞുഞ്ഞും ഇളിഭരായി. VSൻ്റെ വിജയം സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ കൊണ്ടാടി. TV ചാനലുകൾ തത്സമയം ചർച്ച സംഘടിപ്പിച്ചു. PC ജോർജും KPA മജീദും വിധിയിൽ ദുരൂഹത കണ്ടെത്തി. ജഡ്ജിയുടെ നിഷ്പക്ഷതയെക്കുറിച്ചും ആക്ഷേപം ഉന്നയിച്ചു. അപ്പോഴേക്കും സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ ഫയൽ ചെയ്തു. സിംഗിൾ ജഡ്ജിയുടെ വിധി സ്റ്റേ ചെയ്യിച്ചു.
ഭൂമിദാന കേസിൽ കുറ്റപത്രം കൊടുക്കുന്നതും കോടതി തടഞ്ഞു. വി എസിൻ്റെ വിജയം അൽപായുസായി പോയെന്ന് മനോരമാദി പത്രങ്ങൾ മത്തങ്ങ നിരത്തി. ഡിവിഷൻ ബെഞ്ചിൽ മീതെ വേറെയും ബെഞ്ചുകളുണ്ട്, ഡെസ്കുകളുമുണ്ട് എന്നാണ് വി എസ് പ്രതികരിച്ചത്. ഏതായാലും ഭൂമിദാന കേസിന് അർത്ഥവിരാമമായി. ഇനി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്ന ശേഷമേ എന്തെങ്കിലും നടക്കാനിടയുള്ളൂ. അതുവരെ ഒരിടവേള. ഭൂമിദാന കേസിൻ്റെ പരിണതി കാർട്ടൂണിസ്റ്റുകളെ ഉത്തേജിപ്പിച്ചു. മാതൃഭൂമിയുടെ 1-ാം പേജിൽ വി എസിനെ അതിമാനുഷനാക്കിക്കൊണ്ട് ഗോപികൃഷ്ണൻ കാർട്ടൂൺ വരച്ചു. കുറ്റവിമുക്ത ഭടനെ പരിഹസിച്ചുകൊണ്ട് മനോരമയുടെ 1-ാം പേജിൽ ബൈജുവും കാർട്ടൂൺ വരച്ചു. സിംഗിൾ ബെഞ്ചിൻ്റെ കാലൊടിഞ്ഞതായി മംഗളത്തിൻ്റെ 1-ാം പേജിൽ സക്കീർ ഹുസൈൻ കാർട്ടൂൺ വരച്ചു. രണ്ടുപേരും CPM-ലെ ഗ്രൂപ്പ് യുദ്ധത്തിനാണ് പ്രാധാന്യം നൽകിയത്. അതേസമയം കേരള കൗമുദിയുടെ 1-ാം പേജിൽ സുജിത്ത് വരച്ച കാർട്ടൂൺ കുഞ്ഞുഞ്ഞിൻ്റെയും കുഞ്ഞാലിയുടെയും രക്ഷപ്പെടലിനാണ് ഊന്നൽ നൽകിയത്. സിംഗിൾ ജഡ്ജിയുടെ വിധിപ്പകർപ്പ് ഇല്ലാതെയും മലയാളത്തിലുള്ള രേഖകളുടെ പരിഭാഷ ഹാജരാക്കാതെയുമാണ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജനറൽ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ അപ്പീൽ ബോധിപ്പിച്ചതും ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് സ്റ്റേ അനുവദിച്ചതും. ഇത് നിയമവൃത്തങ്ങളിൽ ചർച്ചാ വിഷയമായി. മാർക്സിസ്റ്റ് നിയന്ത്രണത്തിലുള്ള ലോയേഴ്സ് യൂണിയൻ പ്രതിഷേധിക്കുകയും ചെയ്തു. ചുട്ടകോഴിയെ പറപ്പിക്കുന്ന മഹാമാന്ത്രികനാണ് അഡ്വക്കേറ്റ് ജനറൽ ദണ്ഡപാണി. ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ ബെല്ലാരിക്കാരിയും പഴയ ബാലേട്ടൻ്റെ വകയിൽ ഒരാനന്തരവളുമാണ്. സ്ഥലം കേരള ഹൈക്കോടതിയാണ്. പല അത്ഭുതങ്ങളും പ്രതീക്ഷിക്കും. കാര്യം ഭൂമിദാന കേസ് കെട്ടിച്ചമച്ചതാണെങ്കിലും മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിനോട് തീരെ സ്നേഹമില്ല എന്ന് വിചാരിക്കരുത്. വി എസിനെ കുറിച്ചുള്ള കാർട്ടൂൺ പുസ്തകം പ്രകാശിപ്പിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി. വരി വര വി എസ് എന്ന പുസ്തകം DC ബുക്സാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷിലുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെ ജീവചരിത്രം പ്രകാശിപ്പിക്കാനും മുഖ്യമന്ത്രി ഓടിയെത്തി. പ്രൊഫസർ ചന്ദ്രമതിയാണ് യെസ് ഐ ഡിഡ് ഇറ്റ് എന്ന ജീവചരിത്രം തയ്യാറാക്കിയത്. വെറും ഒരു കള്ളുഷാപ്പ് ഉടമയിൽ നിന്ന് ശ്രീനാരായണ ധർമ്മത്തിൻ്റെ മൊത്തക്കച്ചവടക്കാരനായി വളർന്ന നടേശൻ മുതലാളിയുടെ ജീവിതകഥ ഇംഗ്ലീഷിൽ ഹാസ്യ സാഹിത്യത്തിന് കനത്ത മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സഖാവ് MM മണിയുടെ ജാമ്യ ഹർജി തൊടുപുഴ സെഷൻസ് കോടതി തള്ളി. സഖാവ് ജയിലിൽ ഗോതമ്പുട്ട തിന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയും വായിച്ച് സസുഖം കഴിയും. സമയം കിട്ടുന്ന മുറയ്ക്ക് മകൾക്ക് കത്തെഴുതാനും ഉദ്ദേശമുണ്ട്. വേറെ ഒരച്ഛൻ മകൾക്ക് അയക്കുന്ന കത്തുകൾ. കോളിളക്കം സൃഷ്ടിച്ച ജയകൃഷ്ണൻ കൊലക്കേസ് പുനരന്വേഷിക്കാൻ സർക്കാർ ഉത്തരവായി. അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. രക്തത്തിൽ ധിക്കാരം കലർന്ന DYSP ഷൗക്കത്ത് അലിയെ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റുകയും ചെയ്തു. ഏതായാലും CPM-ന് കോളടിച്ചു. ജില്ലാ ഹർത്താലാണോ സംസ്ഥാന ഹർത്താലാണോ അതോ ദേശീയ ഹർത്താലാണോ വരാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം. KPCC പുനഃസംഘടന എങ്ങുമെത്തിയില്ല. ഭാരവാഹികളുടെ പട്ടിക മദാമ്മ ഗാന്ധി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. I ഗ്രൂപ്പും A ഗ്രൂപ്പും 3-ാം ഗ്രൂപ്പും 4-ാം ഗ്രൂപ്പും ഗ്രൂപ്പില്ല ഗ്രൂപ്പും അവകാശവാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം പാർട്ടിക്കുണ്ടായ വമ്പിച്ച മുന്നേറ്റത്തെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്ന ഒരു കുറിമാനം മുൻ മന്ത്രി KK രാമേന്ദ്രൻ മാസ്റ്റർ എഴുതി മംഗളത്തിൻ്റെ എഡിറ്റ് പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നെ തല്ലണ്ടമ്മാവ, ഞാൻ നന്നാവില്ല. മുസ്ലിം ലീഗിന് കപ്പം കൊടുത്ത് കഴിയേണ്ട ദുസ്ഥിതിയിലേക്ക് അഹിംസ പാർട്ടി എങ്ങനെ എത്തിച്ചേർന്നുവെന്ന് ഇത് വായിച്ചാൽ മനസ്സിലാവും. പറഞ്ഞിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രിയോ PCC പ്രസിഡൻറ്റോ നന്നാവില്ല. തല്ലുന്നവരുടെ കൈ കഴയ്ക്കും, വടിയൊടിയും എന്ന് മാത്രം. കൊച്ചി മെട്രോയുടെ കാര്യം നമ്മൾ ഉദ്ദേശിച്ച പരിണതിയിലെത്തി. പദ്ധതിക്ക് ഇടങ്കോലിടുന്നത് കേന്ദ്ര നഗരാസൂത്രണ വകുപ്പിലെ ചില മന്ത്രികാലന്മാരാണെന്ന് E ശ്രീധരൻ തുറന്നു പറഞ്ഞു. ഇവിടുത്തെ മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ചു. DMRCയെയും ശ്രീധരനെയും പുറത്താക്കുന്ന കാര്യത്തിൽ കേന്ദ്രത്തിനും കേരളത്തിനും ഒരു മനസ്സാണ് എന്ന് വ്യാഖ്യാനിച്ചു. അപ്പോഴേക്കും സുധീർ കൃഷ്ണ തിരിച്ചടിച്ചു. കൊച്ചി മെട്രോയുടെ ചുമതല E ശ്രീധരനെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു. ഏത് ശ്രീധരൻ, എവിടുത്തെ മെട്രോ? ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും കമ്മീഷൻ അടിക്കുന്നതും ഞങ്ങളാണ്. സുധീർ കൃഷ്ണയുടെ അഭിപ്രായ പ്രകടനം മനോരമ ബിസിനസ് പേജിലാണ് പ്രസിദ്ധീകരിച്ചത്. സുധീർ കൃഷ്ണയുടെ ബിസിനസ്സും മനോരമയുടെ ബിസിനസ്സും ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. പക്ഷേ ഉമ്മൻചാണ്ടി ഇപ്പോഴും പറയുന്നത് മെട്രോ DMRCയെ കൊണ്ട് തന്നെ പണിയിക്കും, ശ്രീധരൻ നടുനായകത്വം വഹിക്കും എന്നാണ്. പറയുന്നത് ഉമ്മൻചി ആയതുകൊണ്ട് സംഗതി സത്യമാകാനേ തരമുള്ളൂ. ആലുവ പുഴയെ കാളിന്തിയാക്കിയ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് എന്ന വ്യവസായ സ്ഥാപനം രജത ജൂബിലി ആഘോഷിച്ചു. വ്യവസായ മന്ത്രി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ശശിധരൻ കർത്താവിനെ പോലെ ചങ്കുറപ്പുള്ള വ്യവസായികൾക്ക് കേരളത്തിൽ പിടിച്ചു നിൽക്കാനാവൂ എന്ന് കുഞ്ഞാപ്പ പ്രസംഗിച്ചു. കഴിഞ്ഞില്ല, CMRLനെ പരിസ്ഥിതി സൗഹൃദ സ്ഥാപനമായി പ്രഖ്യാപിച്ചുകൊണ്ട് മലിനീകരണ വകുപ്പ് തീട്ടൂരം പുറപ്പെടുവിച്ചു. കർത്താവിനെ പോലെയുള്ള വ്യവസായികൾക്കും കുഞ്ഞാലിയെ പോലെയുള്ള രാഷ്ട്രീയക്കാർക്കും മാത്രമേ ഇനിയുള്ള കാലം കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. കേരളത്തിൽ സൂക്ഷ്മം
44,420 ഹെക്ടർ വനഭൂമി കയ്യേറിയിട്ടുണ്ടെന്നും അത് ഉടനെ തിരിച്ചു പിടിക്കണമെന്നും കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനെ കത്തെഴുതി അറിയിച്ചു. കയ്യേറിയതിൻ്റെ മുക്കാൽ പങ്കും കേരള കോൺഗ്രസ്സുകാരാണെന്നും അവർക്ക് കത്തോലിക്ക തിരുസഭയുടെ പിന്തുണയുണ്ടെന്നും കേന്ദ്ര സർക്കാരിന് അറിയില്ല. കയ്യേറ്റക്കാരിൽ ഒറ്റ ഒരുത്തനെയും ഒഴിപ്പിക്കാൻ കഴിയില്ല എന്നറിയാമെങ്കിലും നമ്മുടെ നാട്ടിലെ ഹിന്ദു മുസ്ലിം പത്രങ്ങൾ അത് വലിയ വാർത്തയായി അച്ചടിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങൾക്കെതിരെ സഭ ഇടയലേഖനം പുറപ്പെടുവിക്കേണ്ട കാലം അതിക്രമിച്ചു. മാർ ആലഞ്ചേരിയുടെ സത്വര ശ്രദ്ധ ഇക്കാര്യത്തിൽ പതിയണം. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ ഇടുക്കി മെത്രാൻ ഇടയലേഖനം എഴുതിയതിന് പിന്നാലെ PC ജോർജും ലേഖനം എഴുതി. മുഖ്യധാരാ പത്രങ്ങളൊന്നും ജോർജിൻ്റെ ലേഖനം പ്രസിദ്ധീകരിക്കാൻ കൂട്ടാക്കിയില്ല എന്ന് മാത്രം. ജോർജ് ചെയ്യാനുള്ളത് ജോർജ് ചെയ്തു. പ്രസിദ്ധീകരിച്ചാലും ഇല്ലെങ്കിലും പുല്ലാണ്. അതേസമയം പശ്ചിമഘട്ടത്തെ രക്ഷിക്കാൻ തന്നെയാണ് പരിസ്ഥിതി പ്രവർത്തകർ തീരുമാനിച്ചിട്ടുള്ളത്. തൃശ്ശൂരിൽ നിന്ന് പുറപ്പെടുന്ന കേരളീയം മാസിക പശ്ചിമഘട്ടത്തെ രക്ഷിക്കാൻ പ്രത്യേക പതിപ്പ് തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. ജൈവ വൈവിധ്യത്തെക്കുറിച്ചും ആദിവാസികളെക്കുറിച്ചും കോടതി കേസുകളെക്കുറിച്ചും വനാവകാശ നിയമത്തെക്കുറിച്ചുമൊക്കെ വലിയ വലിയ ലേഖനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരൊക്കെ എന്തെഴുതിയിട്ടും ഒരു കാര്യവുമില്ല. കാട് കയ്യേറ്റവും കള്ളത്തടിവെട്ടും ന്യൂനപക്ഷ അവകാശത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഭരണഘടന അട്ടിമറിക്കാൻ പൗവത്തിൽ പിതാവ് അനുവദിക്കുന്ന പ്രശ്നമില്ല. വയനാട്ടിലെ കടുവയെ വെടിവെച്ചു കൊന്ന് പ്രശ്നം അവസാനിപ്പിച്ചു. മയക്കുവെടിയേറ്റിട്ടും മയങ്ങാത്തതുകൊണ്ടാണ് തുപ്പാക്കി പ്രയോഗം നടത്തേണ്ടി വന്നത്. പത്രങ്ങളായ പത്രങ്ങളൊക്കെ കടുവയുടെ വീരചരമം ആഘോഷിച്ചു. ഏതാണ്ട് അജ്മൽ കസബിന് കിട്ടിയതിൻ്റെ പകുതി പ്രാധാന്യം വ്യാഘ്രത്തിന് ലഭിച്ചു. കടുവയെ കൊന്നത് കടുപ്പമായി പോയെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആരോപിച്ചു. ചിലർ ഹൈക്കോടതിയെ സമീപിച്ചു. കടുവയെ കൊല്ലാം, കാട് കയറുന്ന മനുഷ്യരെ എന്തു ചെയ്യും എന്ന് കേരള കൗമുദി എഡിറ്റോറിയൽ എഴുതി. കടുവയെ കൊന്ന വിഷയത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകർ പ്രായേണ മൗനം പാലിച്ചു. സക്കറിയയോ BRP ഭാസ്കറോ ഭാസുരേന്ദ്ര ബാബുവോ പ്രതികരിച്ചില്ല. പുരോഗമന കലാസാഹിത്യ സംഘം പ്രമേയം പാസാക്കിയില്ല. KN കുഞ്ഞഹമ്മദ് ലേഖനവും എഴുതിയില്ല. എന്നാൽ വയനാട് വ്യാഘ്രത്തിന് വേണ്ടി വത്സല ടീച്ചർ കണ്ണീർ പൊഴിച്ചു. കടുവയ്ക്ക് വേണ്ടി കരയാനും ഇവിടെ ആളുണ്ട് എന്ന് തെളിയിച്ചു. പത്രം ഏജന്റുമാരുടെ സമരമുണ്ടാക്കിയ ക്ഷീണം പരിഹരിക്കാൻ മനോരമയും മാതൃഭൂമിയും പുതിയ നമ്പറുകൾ പ്രയോഗിച്ചു. മനോരമ സ്വർണ്ണ തമ്പോല പുനരാരംഭിച്ചു. ഉടനെ മാതൃഭൂമി ധനവർഷ ആരംഭിച്ചു. 1 വച്ചാൽ 2, 2 വച്ചാൽ 4, വൈ രാജാവായി. പത്രം വായിച്ചാലും വായിച്ചില്ലെങ്കിലും സമ്മാനം. കച്ചവടം വർദ്ധിപ്പിക്കാൻ സ്വർണ്ണ തമ്പോല മാത്രം പോരാ എന്ന് തോന്നിയിട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് മലയാള മനോരമ എഡിറ്റ് പേജിൽ അതിഗംഭീരമായ പരമ്പര ആരംഭിച്ചു. മനോരമയിലെ 22 വനിതാ ജേർണലിസ്റ്റുകളും അവരുടെ അനുഭവത്തിലും പരിചയത്തിലും പെട്ട കാര്യങ്ങൾ വിവരിക്കുന്നു. മനോരമയുടെ പതിവ് ഇക്ലി ശൈലിയിൽ തന്നെ. മനോരമയിൽ വച്ച് അനുഭവിച്ച പീഡനങ്ങൾ മാത്രം പരമ്പരയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മനോരമയുടെ ന്യൂസ് മേക്കർ തമ്പോല ഫൈനൽ റൗണ്ടിലെത്തി. ഒരു മൂസതും 3 നായന്മാരുമാണ് അന്തിമഘട്ടത്തിൽ കൊമ്പ് കോർക്കുന്നത്. മെട്രോമാൻ E. ശ്രീധരൻ, മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സിനിമാ നടി ശ്വേത മേനോൻ, നടൻ ദിലീപ്. തിരുവഞ്ചൂരോ ശ്രീധരനോ ന്യൂസ് മേക്കറാകുന്ന പ്രശ്നമില്ല. ദിലീപിൻ്റെ കാര്യവും തഥൈവ. ശ്വേതയുടെ ഗർഭധാരണവും പ്രസവവും കുഞ്ഞിൻ്റെ നൂലുകെട്ടും സ്പോൺസർ ചെയ്ത മനോരമ ആയമ്മയെ ന്യൂസ് മേക്കർ ആക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മനോരമ ന്യൂസുകാരേക്കാൾ രസികന്മാരാണ് ഏഷ്യാനെറ്റ് ന്യൂസുകാർ. അവരുടെ ബെസ്റ്റ് മിനിസ്റ്റർ കണ്ടസ്റ്റ് അന്തിമഘട്ടത്തിലെത്തി. ആര്യാടനും അബ്ദുറബ്ബും ജയലക്ഷ്മിയും ശിവകുമാറും ഔട്ടായി. വാണിഭവും വാണിജ്യവും വ്യവസായമാക്കിയ കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം ലീഗാണ് കൈകാര്യകർത്താക്കൾ എന്ന് മൈക്ക് വെച്ച് പ്രസംഗിച്ച ഇബ്രാഹിം കുഞ്ഞ്. 14 ജില്ലയ്ക്ക് കൂടിയുള്ള ഫണ്ട് കോട്ടയത്തിനും മലപ്പുറത്തിനും കൂടിയായി അനുവദിച്ച KM മാണി. നാട്ടിലെ നിയമം മന്ത്രിമാർക്ക് ബാധകമല്ല എന്ന് ശഠിക്കുന്ന കമ്പിപ്പാര ഫെയിം ഗണേഷ് കുമാർ. നേഴ്സുമാരുടെ സമരം കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ വീണ വായിച്ച് രസിച്ച സഖാവ് ഷിബു ബേബി ജോൺ. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വിജിലൻസിനെ ആയുധമാക്കിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ 6 പേരിൽ ഒരാളായിരിക്കും ഏഷ്യാനെറ്റ് കണ്ടെത്തുന്ന ബെസ്റ്റ് മിനിസ്റ്റർ. ഏതെടുത്താലും 1.5 രൂപ. ഏഷ്യാനെറ്റ് ന്യൂസ്, നേരോടെ, നിരന്തരം, നിർഭയം. 11 ഇന്നിങ്സിൽ പരാജയപ്പെട്ടിട്ടും നമ്മുടെ തമ്പിച്ചായൻ്റെ വീക്ക് സച്ചിൻ ടെണ്ടുൽക്കറെ കൈവിടില്ല. സച്ചിൻ ഒരു കാരണവശാലും കളി നിർത്തരുത്, ഇന്ത്യൻ ടീമിൽ നിന്ന് പിന്മാറുകയുമരുത് എന്നാവശ്യപ്പെട്ടു. ഏതായാലും വീക്കിൻ്റെ വീക്ക് ഉന്നത്തിൽ കൊണ്ടു. കൽക്കട്ട ടെസ്റ്റിൻ്റെ ആദ്യ ഇന്നിങ്സിൽ സച്ചിൻ 76 റൺസ് എടുത്തു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 34,000 റൺസ് തികയ്ക്കുകയും ചെയ്തു. ഇനി 12 ഇന്നിങ്സിൽ റണ്ണെടുക്കാതെ പുറത്തായാലും കുഴപ്പമില്ല, സച്ചിന് വീക്കുണ്ട്. സംസ്ഥാന സ്കൂൾ കായികമേള തിരുവനന്തപുരത്ത് പൊടിപൂരമായി നടന്നു. എറണാകുളത്തിൻ്റെ കുത്തക അവസാനിച്ചു. ഇതാദ്യമായി പാലക്കാട് ചാമ്പ്യന്മാരായി. പത്തനംതിട്ട 1 പോയിന്റ് കിട്ടാതെ പിന്നിൽ നിന്ന് ഒന്നാമതായി ഫിനിഷ് ചെയ്തു. PU ചിത്രയും മുഹമ്മദ് അഫ്സലും 4 വീതം സ്വർണം നേടി മേളയിലെ താരങ്ങളായി.
കട്ടപ്പനക്കാരി ആതിര മുരളീധരൻ ത്രോ ഇനങ്ങളിൽ 3 സ്വർണം നേടി എയറിൻ്റെ റാണിയായി. പോൾ ഒടിയാഞ്ഞതുകൊണ്ട് വിഷ്ണു ഉണ്ണി സ്വർണം തിരിച്ചു പിടിച്ചു. പരിശീലകനും സ്പൈക്സും ഇല്ലാതെ വന്ന പറവണ്ണക്കാരി ഫാത്തിമ ലോങ് ജമ്പിൽ 1ാം സ്ഥാനം നേടി. മലപ്പുറത്തെ മതമൗലികവാദികൾ ഫാത്തിമയ്ക്ക് ഊരുവിലക്ക് കൽപ്പിക്കുമോ അതോ താലിബാൻ മാതൃകയിൽ കാല് തല്ലി ഓടിക്കുമോ എന്ന് പടച്ചവനെ അറിയൂ. കോതമംഗലത്ത് യാക്കോബായ സഭ നടത്തുന്ന മാർ ബേസിലും കത്തോലിക്കരുടെ സെൻറ്റ് ജോർജും തമ്മിലായിരുന്നു സ്കൂൾ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം. ഇരു ടീമുകളും പരസ്പരം ചെളി വാരിയെറിഞ്ഞു. എതിർ ടീമിലെ കുട്ടികളുടെ പ്രായത്തെക്കുറിച്ച് പരാതി ഉന്നയിച്ചു. മനോരമയുടെ ഭാഷയിൽ വിവാദം വയസ്സറിയിച്ചു. 3 കുട്ടികൾക്ക് അയോഗ്യത വന്നു. 2 ടീമുകൾ കൂടി 33 പോയിൻ്റ് നഷ്ടപ്പെട്ടു. സ്പോർട്സ് മേള ഏതാണ്ട് സ്കൂൾ യുവജനോത്സവത്തിൻ്റെ നിലവാരത്തിലെത്തി. അടുത്ത വർഷമാകുമ്പോഴേക്കും ഉത്തേജക മരുന്ന് ഉപയോഗവും പ്രതീക്ഷിക്കാവുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ സമ്മേളനം കോഴിക്കോട്ട് ജഗപുകയായി നടന്നു. അഹമ്മദ് സാഹിബിനെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുത്തു. തമിഴ്നാട്ടിൽ DMK ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഖാദർ മൊയ്തീനാണ് ജനറൽ സെക്രട്ടറി. നമ്മുടെ സ്വന്തം കുഞ്ഞാപ്പ ഖജാൻജിയായിരിക്കും. 10,000-10,000 പൊലിക്കുന്ന കൈയാണ് പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പയുടേത്. പാർട്ടിയുടെ ഖജാന നിറഞ്ഞ് കവിയും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. വിവിധ സംസ്ഥാനങ്ങളിലായി ഒട്ടേറെ മുസ്ലിം യുവാക്കൾ വിചാരണ കാത്ത് ജയിലിൽ കഴിയുന്നതിൽ പാർട്ടി ആശങ്ക രേഖപ്പെടുത്തി. ഭീകരവിരുദ്ധ നിയമത്തെ മുസ്ലിം ലീഗ് എതിർക്കാൻ തീരുമാനിച്ചു. നിരപരാധികൾക്ക് നീതി ലഭ്യമാക്കണം, മുസ്ലിങ്ങളെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പ്രമേയം പാസാക്കി. അബ്ദുൽ നാസർ മദനിയെ ഉദ്ദേശിച്ചല്ല പ്രമേയമെന്ന് അഹമ്മദ് വ്യക്തമാക്കി. പാകിസ്ഥാനിൽ നിന്ന് കള്ളനോട്ട് കൊണ്ടുവന്ന കേസിൽ ലീഗിൻ്റെ ചില നേതാക്കന്മാരെയും NIA സംശയിക്കുന്നുണ്ട്. വെറുതെയല്ല പാർട്ടിക്ക് വീണ്ടും വിചാരമുണ്ടായത്. ബാബറി മസ്ജിദിൻ്റെ ആണ്ടടിയന്തരം പതിവ് പരിപാടികളോടെ കടന്നുപോയി. ഇത്തവണ കരിദിനമോ കല്ലേറോ മറ്റ് കലാപരിപാടികളോ ഉണ്ടായില്ല. ബഹുജൻ സമാജ് പാർട്ടിയിലെ ഒരംഗം ലോക്സഭയിൽ കരിങ്കൊടി പ്രകടനം നടത്തിയത് മാത്രമാണ് ആകെ ഉണ്ടായ പ്രതിഷേധ പ്രകടനം. മാതൃഭൂമിയോ മലയാള മനോരമയോ ഡിസംബർ 6-ന് ബാബറി മസ്ജിദിനെ ഓർത്തില്ല. എന്നാൽ ചന്ദ്രിക, സിറാജ്, തേജസ് മുതലായ പത്രങ്ങൾ തങ്ങളാലാവും വിധം ആണ്ടടിയന്തരം കൊണ്ടടി. എന്നാൽ വഴിത്തിരിവ് പത്രം അവരെയൊക്കെ കടത്തിവെട്ടി. ഡിസംബർ 5-ാം തീയതി തന്നെ എഡിറ്റോറിയൽ പാസാക്കി. ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് ഉത്സവവും പൊടി പറന്നു. മഹാത്മാഗാന്ധി പ്രചരണത്തിനെത്തി. മകൻ ഗാന്ധിയും മരുമകൻ ഗാന്ധിയും പിന്നാലെ എത്തും എന്നാണ് പ്രതീക്ഷ. അഹിംസ പാർട്ടി ടിക്കറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് മുൻ ഉപമുഖ്യമന്ത്രി നരഹരി അമീൻ BJPയിൽ ചേർന്നു. ശങ്കർ സിംഗ് വഗേലയ്ക്ക് കോൺഗ്രസിൽ ചേരാമെങ്കിൽ നരഹരി അമീന് BJPയിൽ ചേരാം. അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അഹമ്മദ് പട്ടേൽ തന്നെ BJPയിൽ ചേരാൻ പഠിക്കില്ല. ചില്ലറ വ്യാപാര മേഖലയിൽ വിദേശ നിക്ഷേപം അനുവദിക്കുന്ന പ്രശ്നത്തിൽ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും വോട്ടെടുപ്പോടെ ചർച്ച നടന്നു. ലോക്സഭയിലെ വോട്ടെടുപ്പ് വേളയിൽ SP-യും BSP-യും ഇറങ്ങിപ്പോക്ക് നടത്തി. അങ്ങനെ സർക്കാർ വിജയിച്ചു. സഭയിൽ തോറ്റു, കണക്കിൽ ജയിച്ചു എന്ന് ദേശാഭിമാനി തലവാചകം എഴുതി. ചില്ലറ വിജയം എന്നാണ് ദീപികയും മംഗളവും ഏകസ്വരത്തിൽ തലക്കെട്ടെഴുതിയത്. മൊത്ത വിജയം ചില്ലറ എതിർപ്പ് എന്നായിരുന്നു കേരള കൗമുദിയുടെ ലീഡ്. രാജ്യസഭയിലെത്തുമ്പോഴേക്കും മായാവതിക്ക് മാനസാന്തരമുണ്ടായി. ചില്ലറ മേഖലയിലെ വിദേശ നിക്ഷേപം രാജ്യത്തെ അവശ്യ ജനവിഭാഗങ്ങൾക്ക് ഗുണകരമാണെന്ന് ബെഹൻജി കണ്ടെത്തി. മുലയാം സിംഗ് അന്തസ്സുള്ളവനാണ്. അതുകൊണ്ട് സമാജ്വാദിക്കാർ രാജ്യസഭയിൽ നിന്നും ഇറങ്ങിപ്പോക്ക് നടത്തി. ചുരുക്കി പറഞ്ഞാൽ 2 സഭയിലും സർക്കാർ ജയിച്ചു. തോറ്റത് പ്രതിപക്ഷമല്ല, ബഹുജനമാണ്. കർഷക ആത്മഹത്യ പോലെ ഇനി വ്യാപാരി ആത്മഹത്യയെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങും. P. സായിനാഥിന് കോളായി. മായാവതിയെ ചാക്കിലാക്കിയ കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ 1-ാം പേജിൽ രവിശങ്കർ കാർട്ടൂൺ വരച്ചു. മുലയാം സിംഗിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം പരിഷ്കരിക്കാൻ കാലമായെന്ന് ഹിന്ദുവിൻ്റെ എഡിറ്റ് പേജിൽ സുരേന്ദ്രയും പരിഹസിച്ചു. ഇവരൊക്കെ വെറുതെ ഇന്ത്യൻ ഇങ്കും അച്ചടി മഷിയും പാഴാക്കുകയാണ്. ഇതല്ല, ഇതിലപ്പുറം വരച്ചാലും ഒരു ഗുണവും ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. സുൾഫിക്കർ അലി ഭൂട്ടോയുടെ പൗത്രിയും പാകിസ്ഥാനിലെ പേര് കേട്ട പെണ്ണെഴുത്തുകാരിയും പൗരാവകാശ പ്രവർത്തകയുമായ ഫാത്തിമ ഭൂട്ടോ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും തീരുമാനിച്ചു. പാകിസ്ഥാനിലെ രാഷ്ട്രീയം തൻ്റെ ശരീരക്കൂറിനും മനോഘടനയ്ക്കും യോജിച്ചതല്ല എന്നാണ് കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് വന്നപ്പോൾ പാത്തുമ്മ മലയാള പത്രങ്ങളോട് പറഞ്ഞത്. ഏതായാലും അഭിപ്രായം ഇരുമ്പുലക്കയല്ല എന്ന് ആയമ്മ തെളിയിച്ചു. വാക്ക് മാറ്റാനും പറഞ്ഞത് പറഞ്ഞില്ലെന്ന് പറയാനുമുള്ള കഴിവാണ് ഏത് രാഷ്ട്രീയക്കാരുടെയും അടിസ്ഥാന യോഗ്യത. ആ നിലയ്ക്ക് പാകിസ്ഥാനിൽ പാത്തുമ്മയ്ക്ക് വലിയ ഭാവിയുണ്ട്. ഈജിപ്തിൽ മുല്ലപ്പൂ വിപ്ലവം ജില്ലായി നടക്കും. ജഡ്ജിമാരല്ല, പടച്ചവൻ നേരിട്ടു എന്ന് പറഞ്ഞാലും താനിട്ട ഉത്തരവ് പിൻവലിക്കുന്ന പ്രശ്നമില്ല എന്നാണ് ജനാബ് മുഹമ്മദ് മുർസി പിടിച്ചപിടിയായി വാദിക്കുന്നത്. ജനാധിപത്യവാദികളാണെങ്കിൽ ഇൻകുലാബ് സിന്ദാബാദുമായി ബഹളം തുടരും.
മുർസിയോട് തുലനം ചെയ്യുമ്പോൾ മുബാറക്ക് എത്ര മാന്യനായിരുന്നുവെന്ന് ഈജിപ്തുകാർക്ക് കുറേശ്ശെ മനസ്സിലാവാൻ തുടങ്ങി. മുഹമ്മദ് മുർസിയുടെ ഭരണപരിഷ്കാരങ്ങളാണ് ടൈം മാഗസിൻ്റെ കവർ സ്റ്റോറി. വിദേശ രംഗത്ത് പൂച്ചെണ്ടുകളും സ്വദേശത്ത് കല്ലേറും ഏറ്റുവാങ്ങുന്ന ഭരണാധികാരിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. മധ്യപൗരസ്ത്യ ദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് വിശേഷിപ്പിക്കുന്നു. ഒരു കാലത്ത് ആഫ്രിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് ടൈം വിശേഷിപ്പിച്ചിരുന്നത് ഇഡി അമീനായിരുന്നു. ബ്രിട്ടനിലെ കേറ്റ് രാജകുമാരിയുടെ കുളി തെറ്റി എന്നൊരു അഭ്യൂഹം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചു. രാജകുമാരിയുടെ ഗർഭം 3-ാം തീയതി രാജകുടുംബം തന്നെ സ്ഥിരീകരിച്ചു. 4-ാം തീയതി ഹിന്ദുവും ഡെക്കാൻ ക്രോണിക്കിളും അത് പ്രസിദ്ധീകരിച്ചു. മലയാള മനോരമ അടക്കമുള്ള മലയാള പത്രങ്ങൾക്ക് ഗർഭവൃത്താന്തം മിസ് ചെയ്തു. ഡിസംബർ 5-ാം തീയതി അവരും അക്കാര്യത്തിൽ വായനക്കാരിലെത്തിച്ചു. കേറ്റ് രാജകുമാരിയുടെ പ്രസവം റിപ്പോർട്ട് ചെയ്യാൻ മനോരമ പ്രത്യേക ലേഖകനെ ലണ്ടനിലേക്ക് അയക്കും എന്ന് ഉറപ്പാണ്. ശ്വേത മേനോൻ്റെ പേരെടുത്ത ഉണ്ണി കെ വാര്യർക്കാണ് ഏറ്റവും സാധ്യത കൽപ്പിക്കുന്നത്. ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ ട്വിറ്ററിൽ അക്കൗണ്ട് തുടങ്ങിയതാണ് വത്തിക്കാനിൽ നിന്നുള്ള സദ്വാർത്ത. കാലത്തിനൊപ്പം മാറാൻ കത്തോലിക്ക സഭ തയ്യാറാണ്. സ്തോത്രം കർത്താവേ സ്തോത്രം. 1752 കാലം ചെയ്ത ദേവസഹായം പിള്ളയെ തിരുസഭ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. നായരായി ജനിച്ച് നസ്രാണിയായി മതം മാറിയ പിള്ളയെ രാജകിങ്കരന്മാർ പീഡിപ്പിച്ചു കൊന്നു എന്നാണ് ഐതിഹ്യം. ഇദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ച എത്ര പേർക്കാണ് രോഗശാന്തി ഉണ്ടായതിൻ്റെ കണക്ക് പുറത്തുവിട്ടിട്ടില്ല. മാടത്തെരുവി കൊലക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ദൈവകാരുണ്യത്താൽ രക്ഷപ്പെടുകയും ചെയ്ത ഫാദർ ബെനഡിക്റ്റ് ഓണംകുളമാണ് ഇനി ഉടനെ വിശുദ്ധനാകാൻ പോകുന്നത്. സഹനദാസൻ്റെ മധ്യസ്ഥതയിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാരാന്ത്യം ഇവിടെ സമ്പൂർണ്ണമാകുന്നു. കത്തോലിക്ക തിരുസഭ വിശുദ്ധനായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.